ഹായ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ പല മക്കളുടെയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി അവർ ഈ വർഷം കൊടുക്കേണ്ട സമയം കൊടുക്കാൻ പറ്റാതെ അവരെ ഈ സ്കൂളിലേക്ക് അവരുടെ ആ ബാഗ് തൂക്കി അവരെ വിടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ കുട്ടി നല്ലൊരു ഫുട്ബോൾ കളിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നന്നായി ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്, നന്നായിട്ട് വയലിൻ വായിക്കുന്ന ഒരു കുട്ടിയാണ്, നല്ലൊരു ഏതെങ്കിലും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് നന്നായി ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നന്നായി പാടുന്ന കുട്ടിയാണ്, നന്നായി ഡാൻസ് കളിക്കുന്ന കുട്ടിയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഒരു വല്ലാത്ത ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത് പോലെ അത്രയും നല്ല കഴിവുള്ള നമ്മുടെ കുട്ടീനെ ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ കഴിവിനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം എന്ന് വിചാരിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളുടെ കൺവെൻഷണൽ സ്കൂളിൻ്റെ ടൈമിംഗ് മേ ബി 8:30 to 4:30, 5 o'clock, ദെൻ ആഫ്റ്റർ ദാറ്റ് ട്യൂഷൻസ്, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ കുട്ടികളുടെ ആ ഒരു അക്കാദമിക് അവേഴ്സ് കൂടുകയും അവരുടെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വളരെ ചെറിയ 1 മണിക്കൂറിലേക്കോ അരമണിക്കൂറിലേക്കോ ചുരുങ്ങുകയോ ചെയ്യും. നമുക്കാണെങ്കിൽ നമ്മളുടെ ഈ ഒരു സൊസൈറ്റി വെച്ചിട്ട് അക്കാദമിക്സ് ഇല്ലാതെ, അക്കാദമിക് പഠനങ്ങളില്ലാതെ ഒരു കുട്ടിയെ ആലോചിക്കാൻ പോലും കഴിയില്ല. ഇതാണ് നമ്മളുടെ സാമൂഹ്യ അവസ്ഥ, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പല കുട്ടികളും, നല്ല കഴിവുള്ള കുട്ടികൾ ഇന്ന് ഓരോ സ്കൂളിൽ ഓരോ ക്ലാസ് റൂമിലിരുന്നിട്ട് അവരുടെ ഇഷ്ടങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അവർ എഴുതാനും പഠിക്കാനും ഇരിക്കുന്നു. എഴുതുന്നതും പഠിക്കുന്നതും മോശമാണെന്നല്ല പറയുന്നത്. നന്നായി പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ നന്നായി പഠിക്കുക തന്നെ വേണം. പക്ഷേ പഠനത്തിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെ വലിയ കഴിവുള്ള കുട്ടികളെ അതിൽ എക്സ്പേർട്ടാക്കുകയാണ് വേണ്ടത്. നാളെ നമുക്ക് എല്ലാ കഴിവുള്ള ആളുകളും എല്ലാ കഴിവുള്ള മനുഷ്യന്മാരും ആവശ്യമാണ്, അല്ലേ? പഠിക്കുന്ന അല്ലെങ്കിൽ എൻജിനീയേഴ്സോ ഡോക്ടേഴ്സോ അവർ മാത്രമല്ല നമുക്ക് വേണ്ടത്. എല്ലാ മേഖലയിലും ആളുകളെ ആവശ്യമുണ്ട്. എല്ലാ മേഖലയിലേക്കും നമുക്ക് എക്സ്പേർട്സിനെ ആവശ്യമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ അക്കാദമിക്സിന് മാത്രം ടൈം കൊടുക്കുന്ന നമ്മളുടെ കുട്ടികളിലേക്ക് അവർക്ക് കഴിവുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ മേഖലയിൽ കഴിവുണ്ടെങ്കിൽ അവരുടെ അക്കാദമിക് സമയം കുറച്ച് നമുക്ക് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി കൊണ്ടുപോകാനായിട്ടും ഡെയിലി അവർക്ക് അതിനു വേണ്ടി ട്രെയിനിങ് കൊടുക്കാനായിട്ടും ഒരു അവസരം ലഭിക്കണം, അല്ലേ? ഇപ്പോഴത്തെ എന്തായാലും ഒരു സ്കൂളിൽ ചെന്നിട്ട് നമ്മൾ ഉച്ച വരെ ക്ലാസ്സിൽ വരുള്ളൂ, ഉച്ച മുതൽ ഇങ്ങനൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. ഉറപ്പായിട്ടും അവർക്ക് നിയമപരമായിട്ട് അതിന് സാധിക്കില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു വഴിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളുടെ പക്കൽ അങ്ങനൊരു വഴിയുണ്ട്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനം ഓപ്പൺ സ്കൂളായിട്ട്, അതായത് ഓൺലൈനായിട്ട് പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യൻ ഗവൺമെൻറ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷൻ. എന്താണ് OBE? OBE എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനമാണ്. ഈ 8ാം ക്ലാസ് വരെയുള്ള പഠനത്തെ 3 ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. ലെവൽ A, ലെവൽ B, ലെവൽ C. ലെവൽ A എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെയുള്ള പഠനം. 3ാം ക്ലാസ്സിലാണ് അതിൻ്റെ എക്സാമിനേഷൻ വരുന്നത്. ഓഫ്ലൈൻ എക്സാമിനേഷനാണ്. അടുത്തത് 4, 5 ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിലാണ് ഈ ലെവൽ ബിയുടെ എക്സാമിനേഷൻ വരുന്നത്. അടുത്തത് 6, 7, 8 ഈ 3 ക്ലാസ്സുകൾ കൂടി ലെവൽ C എന്ന് പറയുന്ന എക്സാമിനേഷൻ വരും. ഓക്കെ, ഇങ്ങനെ ഈ എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോ സർട്ടിഫിക്കറ്റ് വീതമാണ് കിട്ടുന്നത്. അതായത് കുട്ടി പാസ്സായി കഴിയുമ്പോൾ ലെവൽ Aയിൽ ഒരു സർട്ടിഫിക്കറ്റ്, ലെവൽ Bയിൽ ഒരു സർട്ടിഫിക്കറ്റ്, ലെവൽ Cയിൽ ഒരു സർട്ടിഫിക്കറ്റ്. ഈ ഘട്ടത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും കുട്ടിക്ക് കൺവെൻഷണൽ സ്കൂളിലേക്ക് മാറാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളുടെ കുട്ടി ഇപ്പോൾ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓൾറെഡി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5ാം ക്ലാസ് പാസ്സായതിനു ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ നല്ലൊരു സിംഗറാണ്, അല്ലെങ്കിൽ നന്നായി പാടുന്നുണ്ട്, അവനെ നന്നായി ഒരു ട്രെയിനിങ്ങിന് കൊണ്ടാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ട്രെയിനിങ് വരുന്ന സമയം ഒരു ആഫ്റ്റർനൂൺ ആണ്. ദാറ്റ് മീൻസ് ഒരു 2 o'clock മുതലൊക്കെയാണ് ട്രെയിനിങ് വരുന്നതെങ്കിൽ അവൻ്റെ അക്കാദമിക്സിനെ പകുതിയായിട്ടും ചുരുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ദെൻ ലെവൽ Cയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണം. 6, 7, 8 എന്നുള്ളത് OBയിലെ ലെവൽ Cയിലെ എക്സാമിനേഷൻ എഴുതിക്കണം. അതായത് 8ാം ക്ലാസ്സിൽ വെച്ച് അവനെ ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതിച്ച് ആ 8ാം ക്ലാസ്സിൻ്റെ തതുല്യ സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. അതിനുശേഷം അവനെ 9ഉം 10ഉം നോർമൽ സ്കൂളിലേക്ക് വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ നമ്മളുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ സെക്കൻഡറി ലെവൽ, ദാറ്റ് മീൻ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതിച്ച് ആ 10ാം ക്ലാസ്സും പൂർത്തീകരിക്കാവുന്നതാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ആർട്ടിക്കിൾ 21A ഭരണഘടന തന്നെ പറയുന്നു ഓരോ കുട്ടിക്കും അക്കാദമിക്സ് കൃത്യമായി കൊടുത്തിരിക്കണം, അവരുടെ വിദ്യാഭ്യാസം കൃത്യമായി നടന്നിരിക്കണം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധിത വിദ്യാഭ്യാസമാണ്. അത് സാധ്യമാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം സാധ്യമാക്കിക്കൊണ്ട് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ അവരേതിലാണ് ഒരു 21 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 25 വയസ്സ് കഴിയുമ്പോൾ എക്സ്പേർട്ട് ആവേണ്ടത്,
ആ എക്സ്പേർട്ടിസത്തിലേക്ക് അവരെ നമുക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഈ 6 വയസ്സ് മുതൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം. അവർക്ക് ഏതിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ മേഖലയിൽ ട്രെയിൻ ചെയ്യണം. ആ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരമൊരുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് OB എന്ന് പറയുന്നത്. അതായത് ഒരു ട്യൂട്ടറെയോ അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെയോ നമ്മളുടെ കുട്ടികളെ രാവിലെ മുതൽ ഉച്ചവരെ കൃത്യമായിട്ട് OBയിൽ പറയുന്ന സിലബസ് അനുസരിച്ച് ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുകയും കൃത്യമായി ഓഫ്ലൈൻ എക്സാമിനേഷൻ കൊണ്ടുപോയി എക്സാം എഴുതിച്ച് ഓരോ ഘട്ടത്തിലുള്ള പരീക്ഷകൾ പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് നേടുകയും ഇതിനോടൊപ്പം തന്നെ ഉച്ച കഴിഞ്ഞുള്ള സമയമോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളോ യൂട്ടിലൈസ് ചെയ്ത് കുട്ടിയുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ട്രെയിനിങ് കൊടുത്ത് അവരെ നാളത്തെ നല്ല തലമുറയായി വളർത്താൻ നമുക്ക് സാധിക്കും.